എടാ വിജയ, എന്താടാ ദാസ? ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലേക്ക് ഒരെത്തിനോട്ടം. വേണേ ഞാനും കൂടെ ഫൈനൽ കളിക്കാം കേട്ടോ. വേണ്ട, നീ നിർബന്ധിച്ചാൽ സെലക്ഷൻ കമ്മിറ്റി സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു സൗഭാഗ്യമാണല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ കളിക്കുന്നത്. നീ പറയുകയാണെങ്കിൽ ശ്രീകാന്ത് സമ്മതിക്കും. എടാ ശ്രീശാന്തേ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ലേ. അല്ല, ഒരു കളിക്കാരൻ ഒരു ക്യാപ്റ്റനോട് പെരുമാറുന്നത് പോലെയല്ല നീ എന്നോട് പെരുമാറുന്നത്. നിന്നെ ഞാൻ വല്ലപ്പോഴും ഒന്ന് എടാന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. ഇല്ലേ? ഇല്ല. ഇടപ്പട്ടി എന്തോ, ഇടപ്പട്ടി എന്തോ. മാത്രവുമല്ല, അവിടെ ചെന്നാൽ നിനക്ക് ഞാൻ വെള്ളം കൊണ്ടുതരും, നിന്റെ ഷൂ തുടക്കും, പോരാത്തതിന് നന്നായി കളിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ നിന്റെ ജേഴ്സി മുഴുവൻ ഞാൻ അലക്കി ഉണക്കാൻ ഇട്ടിരിക്കുകയാ. ഓക്കെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷേ നിന്നോടുള്ള എൻ്റെ പെരുമാറ്റം വളരെ മോശമായിരിക്കും. ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ നിന്നെ തെറി വിളിക്കും, മുഖത്ത് കാർക്കിച്ച് തുപ്പും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. ഇനി നീ എന്നെ തല്ലിയാലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. എങ്ങനെയെങ്കിലും കുറെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നല്ലേ, നോക്കാം. അയ്യോ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഉണക്കാനിട്ട ജേഴ്സി എന്തായോ എന്തോ. ഒന്ന് നിന്നേ. നല്ല കവിള്. അമ്മ, തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. അങ്ങനെ ഫൈനൽ ദിനം എത്തി. ശ്രീശാന്തും ധോണിയും ഗ്രൗണ്ടിൽ. എടാ ശ്രീശാന്തേ, നിന്നെ ഇതിനാണോടാ ഞാൻ ടീമിലെടുത്തത്? നീ എന്തുമാത്രം റണ്ണാ വിട്ടു കൊടുക്കുന്നത്? പിന്നെ ഒന്ന് പോടാ, എനിക്ക് തോന്നിയ പോലെ ഞാൻ കളിക്കും. നീ ആരാ ചോദിക്കാൻ? നീ ഇനി ബോൾ ചെയ്യണ്ട, പോയി ഫീൽഡിൽ നിൽക്ക്. പിന്നെ എൻ്റെ പട്ടി നിൽക്കും. അതിനല്ല ഞാൻ ടീമിൽ കയറിയത്. ഇടാ, ഫൈനൽ ടീമിൽ കയറാൻ എൻ്റെ കാല് പിടിച്ചവനല്ലേ നീ. എന്നിട്ടിപ്പോ ടീമിൽ കയറിപ്പറ്റാൻ ഞാനങ്ങനെ പല തന്ത്രവും പയറ്റും. ഇത് താണ്ട മലയാളി.